കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് നിങ്ങൾ അപേക്ഷിച്ചായിരുന്നോ? അപേക്ഷാ തീയതിയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഫൈനൽ ആപ്ലിക്കൻസിന്റെ എണ്ണം PSC പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഈ വർഷത്തെ അപേക്ഷകരുടെ എണ്ണത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? കൂടിയോ കുറഞ്ഞോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ നമ്മൾ ഏറെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു പരീക്ഷയാണ്. PSC തന്നെ 8 ലക്ഷത്തോളം അപേക്ഷകരെ പ്രതീക്ഷിച്ച ഒരു പോസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ എന്ന് പറയുമ്പോൾ. അപ്പൊ 19-ാം തീയതി ആപ്ലിക്കേഷൻ ഡേറ്റ് അവസാനിച്ചതിന് ശേഷം പുതിയ ആ ഒരു ആപ്ലിക്കൻസിന്റെ ലിസ്റ്റ് നമുക്കിപ്പോ PSC തന്നിട്ടുണ്ട്. എത്ര പേര് അപേക്ഷിച്ചു, മുൻപ് ഉണ്ടായിരുന്നതിൽ നിന്ന് എത്ര കൂടുതൽ അല്ലെങ്കിൽ എത്ര കുറവ്, വേരിയേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നോട്ടിഫിക്കേഷൻ വന്നത് ആ ഒരു നവംബർ അല്ലെ ഒക്ടോബർ-നവംബർ സമയത്തായിരുന്നു. നവംബർ 19-ന് അവസാനിച്ചു. 2 കാറ്റഗറികളിലായിട്ടായിരുന്നു കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. കാറ്റഗറി നമ്പർ 382/2025 383/2025 ആയിരുന്നു. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് അപേക്ഷയൊക്കെ കൊടുത്തിട്ട് പഠിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും, ഓൾറെഡി പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ സാധാരണ നമുക്കറിയാം കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് എങ്ങനെയാണ്? ഇത് തന്നെ 2 ഗസറ്റിലായിട്ടായിരുന്നു മുൻപ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് 2 വ്യത്യസ്ത നോട്ടിഫിക്കേഷനുകളായിട്ട് 2 ഗസറ്റിൽ 2 വ്യത്യസ്ത സമയത്തായിരുന്നു ഇതിന് മുൻപ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണ വന്ന വ്യത്യാസം എന്താ? ഇത്തവണ 2 നോട്ടിഫിക്കേഷനും കൂടി ഒന്നിച്ച് ഒരു ഗസറ്റിലാണ് വന്നത്. അതായിരുന്നു ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ആപ്ലിക്കൻസിന്റെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്, മത്സരം കടുപ്പമേറിയതാണ് എന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ആപ്ലിക്കൻസിനെയും ഈ വർഷത്തെ ആപ്ലിക്കൻസിനെയും കൂടെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഈ വർഷം PSC പറഞ്ഞതുപോലെ തന്നെ PSC 8 ലക്ഷത്തോളം അപേക്ഷകരെയാണ് എക്സ്പെക്ട് ചെയ്തത്. അതിൽ നിന്ന് ഒട്ടും കുറവല്ല, 7,80,654 അപേക്ഷകരാണ് 2 കാറ്റഗറികളിലും കൂടി അപേക്ഷിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നിങ്ങളിൽ ഓരോരുത്തരുടെയും കൂടെ ഓടാൻ 7.5 ലക്ഷത്തിലധികം ആളുകൾ ഉണ്ട്. അപ്പൊ മത്സരം ഭയങ്കര ടൈറ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ആപ്ലിക്കൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് 6,70,104 ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. അതായത് ഒറ്റയടിക്ക് 1 ലക്ഷത്തിലധികം അപേക്ഷകർ കൂടി. ഇത് മുൻപ് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഡിഗ്രി ഹോൾഡേഴ്സിന്റെ എണ്ണം കൂടി. കഴിഞ്ഞൊരു 3-4 വർഷത്തിന്റെ ഇടയിൽ ഡിഗ്രി പാസ് ഔട്ട് ആയവരുടെ എണ്ണം, PSCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ പ്രധാനമായിട്ടും ഡിഗ്രി ഹോൾഡേഴ്സ് കൂടുതലായിട്ടും പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ ആയതുകൊണ്ട് തന്നെ നമ്മുടെ BA BSc BCom ഡിഗ്രിക്കാർ മാത്രമല്ല പരീക്ഷ എഴുതുന്നത്. നമുക്കറിയാം ബിടെക്കുകാരും ബിഫാംകാരും ഇങ്ങനെ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾ പഠിച്ച ആളുകളും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ കൃത്യമായി പറഞ്ഞാൽ 1,10,550 പേരുടെ വർധനവാണ് ഈ വർഷം കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ആപ്ലിക്കൻസിന്റെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ആശ്വസിക്കാനായിട്ട് ഒരു വകയുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ 2 കാറ്റഗറികളിലേക്കും പൊതുവായിട്ട് അപേക്ഷിച്ചവരുണ്ടാകും. മനസ്സിലായല്ലേ? 2 കാറ്റഗറി. ഇപ്പൊ ഞാൻ 1ാമത്തെ കാറ്റഗറിക്കും വേണ്ടി അപേക്ഷിച്ചു, 2ാമത്തെ കാറ്റഗറിക്കും വേണ്ടി അപേക്ഷിച്ചു. അപ്പൊ ടോട്ടൽ നോക്കുമ്പോഴത്തേക്കും എണ്ണത്തിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്, PSC തന്നെ പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും വലിയ വ്യത്യാസമൊന്നും വരില്ല. നമ്മുടെ കൂടെ ഒരു 7 ലക്ഷത്തിലധികം ആളുകൾ ആപ്ലിക്കൻസ് ഉണ്ട്, നമ്മുടെ കൂടെ ഓടാൻ അത്രയും പേരുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇൻഡിവിജ്വലി എടുത്തു നോക്കാം. നമുക്ക് ഈ 382/2025 383/2025 382/2025 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഗവൺമെന്റിന് പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്ന കമ്പനി ബോർഡുകൾ, അതായത് KSEB, KSFE, നമ്മുടെ കേരള മെറ്റൽസ് ആൻഡ് മിനറൽസ് ലിമിറ്റഡ്, കെൽട്രോൺ പോലുള്ള സ്ഥാപനങ്ങൾ, ഇവിടങ്ങളിലേക്കൊക്കെ ഉള്ളതായിരുന്നു ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. അവിടേക്ക് ഈ വർഷം വന്നിട്ടുള്ള അപേക്ഷകർ 3,75,652 ആണ്. കഴിഞ്ഞ വർഷം അത് 3,71,910 ആണ്. അതായത് ഒരു 23,742 അപേക്ഷകരുടെ വർധനവ് ആദ്യത്തെ കാറ്റഗറിയിൽ. നമ്മളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് എവിടെ പോകാനാണ്, എവിടെ ജോലി കിട്ടാനാ? KSEBയിലും KSFEയിലും ഒക്കെ കിട്ടാൻ ഏറ്റവും കൂടുതൽ ആളുകൾ, ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നതും അവിടെ തന്നെയാണ്. കാര്യം എന്താ? അവിടെ കിട്ടുന്ന അലവൻസുകളും സാലറി സ്കെയിലുള്ള ആ ഒരു അത്രയും നല്ലൊരു സാലറി സ്കെയിലൊക്കെ അവിടെ കിട്ടുന്നത് കൊണ്ടാണ് എല്ലാവരും അവിടെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഒരു 23,000 പേരുടെ ഒരു വർധനവ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി 2ാമത്തെ കാറ്റഗറി 383/2025 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ KSRTC തുടങ്ങിയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഇവിടൊക്കെയാണ് 2ാമത്തെ കാറ്റഗറിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവിടേക്ക് ഈ വർഷം
3,85,002 അപേക്ഷകരാണുള്ളത്. കഴിഞ്ഞ വർഷം അത് 2,98,194 പേരായിരുന്നു. അതായത് ഒരു 86,808 അപേക്ഷകരുടെ വർധനവ്. അതായത് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നമ്മൾ പറഞ്ഞു നമുക്ക് ഈ പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്ന KSEBയിലും KSFയിലും ഒക്കെ ജോലി കിട്ടാനാണ് കൂടുതൽ പേരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ പേര് അവിടെ അപേക്ഷിക്കും, ഇവിടെ കുറച്ച് പേരെ അപേക്ഷിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. ടോട്ടൽ ആപ്ലിക്കൻസിന്റെ എണ്ണം എടുത്ത് നോക്കുമ്പോൾ രണ്ടും തമ്മിൽ ഒരു 10,000 ആപ്ലിക്കൻസിന്റെ വ്യത്യാസമൊക്കെ കാണുന്നുണ്ട്. പക്ഷേ മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആപ്ലിക്കൻസിന്റെ എണ്ണം കൂടിയിരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ KSRTC പോലെയുള്ള ആ ഒരു കമ്പനി ബോർഡുകളിലേക്കാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് 7,80,000-ലധികം അപേക്ഷകര് നമുക്ക് ഈ വർഷം കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് PSC പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വലിയൊരു നമ്പർ ആണ് അല്ലെ. 8 ലക്ഷത്തോളം വരുന്ന ആളുകള് നമ്മുടെ കൂടെ ഓടാനായിട്ടുണ്ട്, നമ്മുടെ കൂടെ മത്സരിക്കാനുണ്ട്. നമുക്കറിയാം പ്രിലിംസും മെയിൻസുമായിട്ട് 2 ഘട്ട പരീക്ഷയായിരിക്കും. ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ അങ്ങനെ തന്നെയാണ്. സോ അതിനകത്ത് നിങ്ങൾക്ക് ഒരു ഡൗട്ടേ വേണ്ട. ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് എന്ന് പറയുന്നത് മുൻപുണ്ടായിരുന്ന സിലബസ് തന്നെയാണ്, അതിലും സംശയങ്ങളൊന്നും വേണ്ട. ഇനി മെയിൻസിന്റെ സിലബസ് എന്താകും, അതിനകത്ത് നമ്മളിപ്പോ സെക്രട്ടേറിയറ്റിലൊക്കെ കണ്ടതുപോലെ അഡീഷൻസ് വരുമോ, സെക്കൻഡ് പേപ്പർ വരുമോ, ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്ക് കാണും. തൽക്കാലം അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ സൈഡിലേക്ക് വെക്കുക. പ്രിലിംസിന് വേണ്ടി നല്ല ഉഷാറായിട്ട് പഠിക്കുക. പ്രിലിംസ് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് മെയിൻസിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുക. പിന്നെ പ്രിലിംസിലുള്ള പല ടോപ്പിക്കുകളും ഇപ്പൊ ഹിസ്റ്ററി, ജോഗ്രഫി, ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ, ഇതൊക്കെ IT, ഇതൊക്കെ എവിടെയുണ്ട്? മെയിൻസിലും വരും. ഇതൊന്നും ഒരിക്കലും മെയിൻസിൽ നിന്ന് എടുത്തു മാറ്റില്ല. സോ പ്രിലിംസിലുള്ള ഒരു മെജോറിറ്റി സബ്ജക്റ്റുകളും മെയിൻസിൽ ഉള്ളത് കൊണ്ട് തന്നെ അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ UPSCക്കൊക്കെ പറയുന്നത് പോലെ മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങുക. എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ മത്സരം എന്ന് പറയുന്നത് അത്ര ചെറുതല്ല. കൂടെ ഓടുന്നവരുടെ എണ്ണം, മത്സരിക്കുന്നവരുടെ എണ്ണം എല്ലാവരും നമ്മളെ പോലെ തന്നെ പഠിക്കുന്നു എന്ന് മനസ്സിലാക്കുക. നമ്മളെ പോലെ ആ ഒരു വാശി, ആ ഒരു ജോലിയിലേക്ക് എത്താനുള്ള വാശി എല്ലാവർക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഒരു കാര്യം കൂടി, ഈ അവസരം പോയി കഴിഞ്ഞാൽ ഇനി ഒരു 3 വർഷം കഴിഞ്ഞിട്ടേ അടുത്ത നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഈ 3 വർഷം കൊണ്ട് ഏജ് ഓവർ ആയി പോകുന്നവരുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ടുകൂട്ടിയ കുറെ അധികം കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും. സോ അതിനൊന്നും ഇട കൊടുക്കാതെ ഉഷാറായിട്ട് പഠിക്കുക. മാർച്ചിലോ ഏപ്രിലോ ഒക്കെ നമുക്ക് പ്രിലിംസ് എക്സാം പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഫെബ്രുവരി വരെയുള്ള എക്സാം കലണ്ടർ ഓൾറെഡി നമുക്ക് PSC തന്നിട്ടുണ്ട്. സോ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ ആയിട്ട് പ്രിലിംസ് പ്രതീക്ഷിക്കാം. 3-4 മാസം മാത്രമേ ഉള്ളൂ. സോ ഉഷാറായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾ, ഏത് സബ്ജക്റ്റിന്റെ ക്ലാസ് ആണെങ്കിലും ആവശ്യമുള്ളതെങ്കിൽ നമുക്ക് ഇവിടെ കമന്റ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് എൻ്റെ ടീം, നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരൊക്കെ ഉണ്ടാവും. സോ ഞാനും ഉണ്ടാകും നിങ്ങളോടൊപ്പം. ഡൗട്ട്സ് ഒക്കെ ചോദിക്കുക. അടിപൊളിയായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. എല്ലാ വിജയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.